ഹലോ ഗൈസ്, ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. നമ്മളിതാ ബസ്സിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഉപ്പാൻ്റെ വണ്ടി സർവീസിന് കൊടുത്തുകൊണ്ട് ഇന്ന് ബസ്സിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ആദൂസിൻ്റെ കാലിൽ ഒരു ചെറിയ കുപ്പിച്ചില് കൊണ്ടിട്ടുണ്ടായിന്. 2 ആഴ്ചയായി കൊണ്ടിട്ട്. അപ്പം തന്നെ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ് പൊട്ടിയതിൻ്റെ ചെറിയ പൊടി കയറിയതാണ്. അപ്പോഴത്തേക്ക് എടുത്തു കൊടുത്ത് ഡെറ്റോളിലൊക്കെ കഴുകിയെല്ലാം കൊടുത്ത്. പിന്നെ അവൻ 5 വയസ്സിൻ്റെ വാക്സിൻ വെച്ചുകൊണ്ട് വാക്സിനൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കല്ലിപ്പ്. അപ്പോൾ കല്ലിപ്പ് കണ്ടിട്ട് കാണിക്കാൻ വന്നതാണ്. അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് മരുന്ന് വെച്ചിട്ട് കെട്ടിത്തന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതാ ആൾക്ക് വേദനയൊന്നുമില്ല. ആ കല്ലിപ്പ് കണ്ടുകൊണ്ട് എന്താണെന്ന് അറിയേണ്ടിയിട്ട് വന്നതാണ്. അപ്പാന്ന് പറഞ്ഞാൽ പഴുപ്പിൻ്റെ മരുന്ന് വെച്ചിട്ട് കെട്ടിത്തരാം, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇതാ ഹോസ്പിറ്റലിലെത്തി. നമ്മളിതാ അവിടെ ഇതെടുക്കണം, കടലാസ് പേപ്പർ ഒപ്പിയിൽ പോയിട്ട് ഇതെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിന്നിട്ടുണ്ട്. ഇതാ എന്നിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കയറി. ആൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. വേദനയൊന്നുമില്ല, പക്ഷെ ഓൻ്റെ വിചാരം ഓൻ്റെ കാലെന്തോ ചെയ്യാൻ പോകുന്നത്. കരച്ചിലും ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. അവരോരോന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും ആക്കുന്നില്ലല്ലോ, ജസ്റ്റ് കഴിച്ചിട്ട് അതൊന്ന് ഡ്രസ്സ് ചെയ്യല്ലേ വേണ്ടൂ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ആൾക്ക് പേടിയാണ്. അന്ന് ഡ്രസ്സ് ചെയ്യാൻ വന്നേരം തന്നെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവരിക ചെയ്തത്. അവൻ്റെ വിചാരം എന്തോ ചെയ്യാൻ പോയി, ഇന്ന് കത്തിയെടുത്തിട്ട് കീറാൻ പോയിന്ന് അങ്ങനെയല്ലാന്ന് അവൻ്റെ വിചാരം. അതിൻ്റെ ഒരു ഇതിലാണ് ഓൻ നിൽക്കുന്നത്. എന്താ ചെയ്യുന്നത് എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്ക്, എൻ്റെ കൈ പിടിക്കുന്നെല്ലാം പറഞ്ഞിട്ട്. എന്താണെന്നൊന്നും അറിയില്ല ആൾക്ക്. നോക്ക് അയച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പഴുപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ നേഴ്സ് പറഞ്ഞു വേണമെങ്കിൽ പൊടി കയറിയതിൻ്റെ കല്ലിപ്പായിരിക്കും കണ്ടിട്ടുണ്ടാവോ, അവിടെ സ്റ്റെയിനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞ് നമുക്കൊന്ന് ഡോക്ടറെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കാം, എന്താ പറയുന്നത് നോക്കാം. എന്നിട്ട് ഡോക്ടറെ കാണിച്ച് നോക്കാമെന്നെല്ലാം പറയുന്നുണ്ട് അവർ. എന്നിട്ട് നമുക്ക് കെട്ടാം. പക്ഷെ അവർ നല്ലോണം അമർത്തി ഇതാക്കിയൊക്കെ നോക്കി. അപ്പോൾ പഴുപ്പൊന്നും കാണുന്നുമില്ല, എനിക്ക് അങ്ങനെ വേദനയും ഇല്ല. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ റൂമിലേക്ക് പോകാമെന്ന് പറയുന്നതാണ് അവർ. അപ്പോൾ ഉപ്പ ഇങ്ങനെ പറയുന്നു അവനിക്ക് അമർത്തുമ്പോൾ ഒന്നും വേനയില്ല. പിന്നെ ഇന്നലെ രാത്രി ചെറിയൊരു പനി ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പഴുപ്പ് വന്നിട്ടുണ്ടാവും, പഴുപ്പിൻ്റെ പനിയായിട്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായി. നോക്കുമ്പോൾ അതെല്ലാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മാം വിളിച്ചുതരും പനി. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതാ എൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടിയിട്ട് ഒന്ന് പോവാന്ന്. അപ്പോൾ ജമീല മാം എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അപ്പോൾ മാമിനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മരുന്ന് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ, പിന്നെ വീട്ടിൽ നിന്ന് കെട്ടിയാൽ മതി. എന്തെങ്കിലും പഴുപ്പുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ കെട്ടുമൊന്നും വേണ്ട. ഒരു 2-3 ദിവസം കൂടി കെട്ടിയിട്ട് നോക്കാൻ, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കെട്ടണ്ടെന്ന് പറഞ്ഞ്. ഇതാ അവർ കെട്ടിന്ന് അന്നേരമാണ് സമാധാനമായത്. ഇതാ കയ്യെല്ലാം വെച്ച് നോക്ക്. പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആൾക്ക്. ഓനെ കെട്ടിക്കഴിഞ്ഞാലാണ് സമാധാനമായത്. അവരത് കെട്ടിക്കഴിഞ്ഞിട്ട് ബ്ലേഡ് എടുത്തിട്ട് തുണി കട്ട് ചെയ്യുമ്പോൾ ഓൻ്റെ വിചാരം എന്തോ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പേടി ഒന്നും പറയണ്ട. അവരോരോന്ന് ചോദിച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ചെറുത് വേണ്ടു എനിക്ക് ചെറുതേ വേണ്ടു. നേരെ മറിച്ച് ചെറിയ ആൾക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. അവന് വീണാലും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല. വീണ് എനിക്ക് തന്നെ ഒരു ഇതായി. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവനിക്ക് എല്ലാം ശ്രദ്ധിച്ചിട്ടേ ചെയ്യും. ഭയങ്കര പേടിയുമാണ് ആൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അവർ കെട്ടി. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കൊടുക്കാനാണ് പറഞ്ഞത്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ മരുന്ന് വെച്ചിട്ട് കെട്ടാൻ വേണ്ടി പറഞ്ഞ് ആ മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിയൊക്കെ കഴിഞ്ഞ് ആൾ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ ആ കളിയാണ് നിങ്ങൾ കാണുന്നത്. ഹാപ്പി ആയിട്ട് ഇതാ നോക്കിക്കോ, കണ്ട ആൾ ഹാപ്പിയാണ്. ഇപ്പോൾ വേദനയൊന്നുമില്ല. അവൻ്റെ വിചാരം എന്തോ ചെയ്യാൻ കൊണ്ടുവന്നാന്ന് വിചാരിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് കുറച്ച് പേടിച്ചിട്ടുണ്ടായിനി. ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അവനക്ക് സമാധാനമായത്. നമ്മളിത് മരുന്നൊക്കെ വാങ്ങി ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാമെന്ന്. ബസ് കാത്ത് നിൽക്കുകയെന്ന്. എന്നിട്ട് വീട്ടിലേക്ക് പോകുകയെന്ന്.